ഡാലിക്കും ലൗലോയ്ക്കും വേണ്ട സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത ശേഷം ബിങ്ഷു ഷാവോയെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളുമായി തനിച്ച് സംസാരിക്കുന്നു. അവൾ ശരിക്കും ആ കാട്ടിലേക്ക് പോകാൻ തന്നെയാണോ തീരുമാനിക്കുന്നത്? ഒരു തവണ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അത് പിന്നെയും അങ്ങോട്ടേക്ക് പോവുകയാണോ എന്നൊക്കെ അവൻ വിശ്വാസം വരാത്തതുപോലെ ചോദിക്കുന്നു. തനിക്ക് യുന്നിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും എന്ന് തന്നെയാണ് തൻ്റെ വിശ്വാസം. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഷാവോ ഉറപ്പിച്ച് പറയുന്നു. ബിങ്ഷു ഒരു മാപ്പ് എടുത്ത് അവളെ കാണിച്ചിട്ട് ആ ഫോറസ്റ്റിനെ പറ്റി അവളോട് പറയുന്നുണ്ട്. ആ ഫോറസ്റ്റ് കുറച്ച് ഏരിയയ്ക്കുള്ളിൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അവിടുത്തെ ആളുകളൊന്നും ആ ഭാഗത്തേക്ക് പോകാറില്ല. അവിടെ വെളിച്ചമൊക്കെ ധാരാളം കുറവാണ്. ആരെങ്കിലും അബദ്ധത്തിൽ അതിനുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ തന്നെ പുറത്തു വരാൻ സാധിക്കുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ ആരെങ്കിലും രക്ഷപ്പെട്ട് വന്നാൽ തന്നെ അതിനുള്ളിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ഓർമ്മ ഉണ്ടാവാറില്ല. അത്രയ്ക്ക് റിസ്ക്കുള്ള ഒരു സ്ഥലമാണ് അത്. എന്നിട്ടും നീ അങ്ങോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അവൻ വീണ്ടും അവളോട് ചോദിക്കുന്നു. പക്ഷേ ഷാവോയ്ക്ക് തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ യുന്നിയെ തട്ടിക്കൊണ്ടുപോയ ആളെ അവൾ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അയാളെ പറ്റി പറയാൻ ബിങ്ഷു പറയുന്നുണ്ട്. അയാളൊരു മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൈ ഇരുമ്പോണ്ടുണ്ടാക്കിയതാണ്. അയാളെ കാണുമ്പോൾ നല്ല പേടി തോന്നും. പക്ഷേ യുന്നി അയാളുമായി നല്ല അടുപ്പത്തിലാണെന്ന് തോന്നുന്നു. അവർ തമ്മിൽ നല്ല സൗഹൃദമുള്ളതുപോലെയാണ് ഫീൽ ചെയ്തത്. ആ പെൺകുട്ടിക്ക് അയാളുടെ ഭാഗത്ത് നിന്ന് അപകടമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഷാവോ അവനോട് പറയുന്നു. ഈ കാട് പണ്ട് മുതലേ ഇങ്ങനെ തന്നെ ആയിരുന്നുവെന്നും അവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അല്ലായിരുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള മറ്റൊരു രാജ്യത്ത് നിന്ന് ഇവിടുത്തെ രാജാവിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ കുറേ സൈനികരെ അയച്ചിരുന്നു. പക്ഷേ ഫെയ്യു ഗാർഡ്സ് അവരെ കണ്ടെത്തി കൊല്ലുകയായിരുന്നു. ഈ കാട്ടിൽ വെച്ചായിരുന്നു അവരുമായിട്ടുള്ള ഫൈറ്റ് നടന്നത്. അന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു. അവരുടെ ദുർമരണം കാരണമായിരിക്കണം ആ കാട് ഇങ്ങനെയായി മാറിയത് എന്നൊക്കെ ബിങ്ഷു അവളോട് പറയുന്നു. മറ്റൊരു കാര്യം കൂടി അവൻ പറയുന്നുണ്ട്. ഡീമൻ മാലിയിൽ വെച്ച് അവിടെ ഒരു ബാരിയർ സെറ്റപ്പ് ചെയ്തേക്കുന്നത് പോലെ ഒരു ബാരിയർ ഇവിടെയും ഉള്ളതുപോലെ അന്ന് അവൻ ഫീൽ ചെയ്തിരുന്നു എന്നവൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ്. ഉറപ്പായും അതിനുള്ളിലേക്കൊരു വഴി കാണും എന്ന് ഷാവോ പറയുന്നുണ്ട്. സിറ്റിയിലെ പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ ഒരു ഡീമൻ തട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ള വാർത്ത ഇതിനിടയിൽ ആളുകളുടെ ഇടയിൽ പരന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ ആകെ പേടിച്ചിരിക്കുകയാണ്. പെൺകുട്ടികളുള്ള കുടുംബങ്ങളൊക്കെ മറ്റ് ഗ്രാമങ്ങളിലേക്കൊക്കെ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ പോകാൻ സാധിക്കാത്തവർക്ക് തങ്ങളുടെ പെൺകുട്ടികളെ വീടിന് പുറത്ത് വിടാതെ അടച്ചിടുകയോ അല്ലെങ്കിൽ ആൺവേഷത്തിൽ അവരെ പുറത്തേക്ക് അയക്കുകയൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക. അവരൊക്കെ അതും ചെയ്യുന്നു. മജിസ്ട്രേറ്റിൻ്റെ പെൺമക്കൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട്. പക്ഷേ അവരെ പുറത്തു വിടാൻ പറ്റില്ല. അവരെപ്പോലെ സുന്ദരികളായ പെൺകുട്ടികളെ ആ ഡീമൻ കണ്ടു കഴിഞ്ഞാൽ തട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് മജിസ്ട്രേറ്റ് അവരെ വഴക്ക് പറയുകയാണ്. മജിസ്ട്രേറ്റിന് ഈ പെൺകുട്ടികളിൽ ആരെങ്കിലും ബിങ്ഷുവിനെ കൊണ്ട് കെട്ടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബിങ്ഷുവിനെ വേറെ ആരെങ്കിലും കിട്ടും. അതുകൊണ്ട് അവനെ ഓർത്തെങ്കിലും ഇതിനുള്ളിൽ അടങ്ങിയിരിക്കാൻ അയാൾ പെൺമക്കളോട് പറയുന്നുണ്ട്. ഓങ്ങെ ഈ സമയം ഡീമൻ വാലിയിൽ തിരികെ എത്തിയെങ്കിലും അവൻ്റെ മൂഡ് കണ്ടപ്പോഴേ അവൻ ഷാവോയുമായി വഴക്കിട്ടുവെന്ന് ഷാമിങ്ങിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് ഷാമിങ് അവൻ്റെ അടുത്തിരുന്ന് ഓരോന്ന് കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓങ്ങെ ഇതൊന്നും സമ്മതിക്കാതെ അവനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. പിണക്കം മാറ്റാൻ തിരികെ ഷാവോയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ പോയിക്കോ, ഞാനൊന്നും പറയില്ല എന്നൊക്കെ ഷാമിങ് പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന രീതിയിൽ അവിടെ ഇരിക്കുകയാണ്. ഷാവോ ഈ സമയം ബിങ്ഷുവിനെയും കൊണ്ട് ഒരു കടയിലെത്തി കുറേ കയർ വാങ്ങാൻ തയ്യാറെടുക്കുന്നുണ്ട്. അവിടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തിരുന്നത് കൂടാതെ സ്റ്റോറേജിലുള്ളത് കൂടി കാണിക്കാൻ അവൾ ആവശ്യപ്പെടുന്നു. എന്തിനാണ് ഇത്രയധികം കയറെന്ന് ബിങ്ഷുവിന് മനസ്സിലാവുന്നില്ല. അവനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവൾ ആ കച്ചവടക്കാരനോടൊപ്പം സ്റ്റോറേജ് ഹൗസിലേക്ക് പോകുന്നുണ്ട്. ഷാമിങ് ഈ സമയവും ഹോങ്ങയുടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷാവോയുടെ കഴിവുകൾ വെച്ചിട്ട് അവൾ ആ കാട്ടിനുള്ളിൽ വെച്ച് കൊല്ലപ്പെടാനാണ് സാധ്യത. അതുകൊണ്ട് ആൺകുട്ടി അവളുടെ സഹായത്തിന് പോകാനൊക്കെ ഷാമിങ് പറയുന്നുണ്ട്. അവസാനം ഹോങ്ങ അവിടെ നിന്ന് അവളുടെ സഹായത്തിനായി പുറപ്പെടുക തന്നെ ചെയ്യുന്നുണ്ട്. ഷാവോ ആ കച്ചവടക്കാരനോടൊപ്പം സ്റ്റോർ ഹൗസിൽ നിന്ന് കയർ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഹോങ്ങ അവിടെ എത്തി അവളെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയത്. പക്ഷെ അവൾ അവൻ്റെ കൂടെ ചെല്ലാൻ തയ്യാറാവാതെ എതിർക്കുന്നു. നേരത്തെ അവൻ പിണങ്ങിപ്പോയതിൻ്റെ ദേഷ്യം ഷാവോയ്ക്ക് ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ കൂടെ ചെല്ലില്ല എന്ന് പറഞ്ഞ് അവൾ വഴക്കിടുന്നുണ്ട്. അപ്പോഴാണ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഒരു വേതാളമാണ്. ഞാൻ പോലും അവൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ കുറച്ച് പേടിക്കണം. അപ്പോൾ നീ തനിച്ച് അവിടെ പോയാൽ എങ്ങനെ രക്ഷപ്പെടാനാണ്? അതുകൊണ്ട് എൻ്റെ സഹായം സ്വീകരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് അവൻ പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഷാവോയ്ക്ക് താല്പര്യം വരുന്നു. തനിക്കൊപ്പം വരാമെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞ് അവൻ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവളിങ്ങനെ വേറെ ആൾക്കൊപ്പം പോയ കാര്യം കച്ചവടക്കാരൻ ചെന്ന് ബിങ്ഷുവിനെ അറിയിക്കുന്നു. ആളിൻ്റെ രൂപത്തെക്കുറിച്ച് വിവരിച്ചപ്പോൾ ഹോങ്ങയാണ് വന്നിട്ട് പോയെന്ന് അവന് മനസ്സിലാവുന്നു. ടാനർ ഹോങ്ങ അടുത്ത് വന്നിട്ടും തനിക്ക് സിഗ്നൽ തന്നില്ലല്ലോ എന്ന് അവൻ കുറച്ച് അമ്പരപ്പോടെ ടാനറോട് ചോദിക്കുന്നുണ്ട്. ഹോങ്ങയെ ഷാമോയെ തിരികെ ഡീമൻ വാലിയിലേക്കായിരുന്നു കൊണ്ടുപോയത്. അവിടെ ഷാമുവാണ് അവളോട് ആ വേതാളത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്നത്. കഥയുടെ തുടക്കമൊക്കെ ബിങ്ഷു നേരത്തെ അവളോട് പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നു. പക്ഷേ ബാക്കിയൊക്കെ എൻ്റെ അല്ലേ ഡിഫറെൻ്റ് ആയിരുന്നു. ഈ രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു ട്രൈബിൻ്റെ തലവൻ രാജാവിനെ പോലെ കുറച്ച് അധികാരമൊക്കെ പ്രകടിപ്പിച്ച് തുടങ്ങി. അങ്ങനെ അയാളുടെ കുറേ സൈനികരെ ആ യൂലി സ്പ്രിങ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അയാൾ പറഞ്ഞയക്കുന്നുണ്ട്. കുറേ സൈനികർ പുറപ്പെട്ടെങ്കിലും അവസാനം ഒരു ബോട്ടിലുണ്ടായിരുന്ന സൈനികർ മാത്രമായിരുന്നു സർവൈവ് ചെയ്തത്. അവർ ഭാഗ്യവശാൽ ഈ യൂലി സ്പ്രിങ് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് തങ്ങളുടെ തലവനോട് നല്ല കൂറുള്ള കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് അവർ സ്വന്തമായിട്ട് ആ യൂലി സ്പ്രിങ്ങിലെ വാട്ടർ കുടിക്കാതെ
അതിനൊരു കുപ്പിയിലാക്കി തങ്ങളുടെ ലീഡർക്ക് വേണ്ടി അതുമായി തിരികെ യാത്ര പുറപ്പെടുന്നു. പക്ഷേ തിരികെ വന്ന കൂട്ടത്തിൽ അവർ ഒരു കൊടുങ്കാറ്റിൽ പെടുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് സർവൈവായി അവർ എത്തിപ്പെട്ടത് ഈ തിയാൻഷെങ് രാജ്യത്തിലായിരുന്നു. അവിടുത്തെ രാജാവ് ഈ വിവരം ഇതിനകം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ യൂലി സ്പ്രിങ് കൈക്കലാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ അയാളുടെ ജീവിത ലക്ഷ്യമാണല്ലോ. ഇങ്ങനെ അത് തൊട്ടടുത്തെത്തിയപ്പോൾ അയാൾ വിടുമോ? അയാൾ ഫെയ്യു ഗാർഡ്സിനെ അവരെ പിടികൂടുന്നതിനും യൂലി സ്പ്രിങ് കൈക്കലാക്കുന്നതിനും വേണ്ടി പറഞ്ഞയക്കുന്നു. അങ്ങനെ ഫെയ്യു ഗാർഡ്സും ആ ട്രൈബിലെ ആൾക്കാരും തമ്മിൽ ഫൈറ്റ് ആവുന്നുണ്ട്. ആ മിസ്റ്റി ഫോറസ്റ്റിൽ വെച്ചാണ് ഈ ഫൈറ്റ് നടന്നത്. അവർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നതുകൊണ്ട് തന്നെ ഫെയ്യു ഗാർഡ്സിൻ്റെ ആക്രമണത്തിൽ അവരിൽ ഒട്ടുമിക്കവരും കൊല്ലപ്പെടുന്നുണ്ട്. തങ്ങൾക്ക് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ആ യൂലി സ്പ്രിങ് വാട്ടർ കൊണ്ടുവന്ന പാത്രം അത് കൈവശമുണ്ടായിരുന്നയാൾ പൊട്ടിച്ച് കളയുന്നുണ്ട്. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇമ്മോർട്ടാലിറ്റി നൽകുന്ന വെള്ളമല്ല, മറിച്ച് ഡീമൻസിൻ്റെ കണ്ണുനീരാണ്. മനുഷ്യരുടെ ആഗ്രഹങ്ങളും സ്വഭാവവും ഒക്കെയാണ് ഇതിനെ ഇങ്ങനെ ആക്കിയത്. ഇത് കുടിച്ചാൽ അമൃതമല്ല കിട്ടാൻ പോകുന്നത്, ഒരു ജീവിതകാലം മുഴുവനുള്ള കഷ്ടപ്പാടുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അയാളത് എറിഞ്ഞ് പൊട്ടിച്ചത്. അങ്ങനെ ആ വെള്ളം അവിടെയൊക്കെ തെറിച്ച് വീഴുന്നുണ്ട്. അധികം വൈകാതെ അവിടെയുള്ള എല്ലാവരെയും കൊന്നിട്ട് ഫെയ്യു ഗാർഡ്സ് പോകുന്നു. പക്ഷേ അക്കൂട്ടത്തിൽ ഒരാൾ മാത്രം ചെറുതായിട്ട് സർവൈവ് ആവുന്നുണ്ട്. തങ്ങളുടെ ട്രൈബിന് സംഭവിച്ച ഈ ദുരന്തത്തിന് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾ ആ യൂലി സ്പ്രിങ്ങിലെ വെള്ളം വീണ ചെളി വാരി കുറച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ശക്തി കൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു വേതാളമായി മാറിയത് എന്നൊക്കെ ഷാമു അവളോട് കഥ പറഞ്ഞ് നിർത്തുന്നു. അവന് എങ്ങനെയാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നതെന്ന് ഷാമു അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ബുക്സിൽ അതിനെപ്പറ്റി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ചോദിച്ച് ആ ബുക്ക് ഷാമു അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് മുതൽ ഈ വേതാളം ഒരുപാട് മനുഷ്യരെ കൊന്നെടുക്കിയിരുന്നു. ഡീമൻസുമായിട്ട് അവന് പ്രതികാരവും പകയൊന്നുമില്ല. അതുകൊണ്ട് ഡീമൻസിനെ അവൻ ഇന്നുവരെ ഉപദ്രവിച്ചിട്ടില്ല. പിന്നീട് കുറേ കാലം അവനെപ്പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അവൻ മരിച്ചു കാണും എന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയിരുന്നത്. ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ് എന്നൊക്കെ ഷാമു അവളോട് പറയുന്നു. ഷാവോയ്ക്ക് ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂടെയുള്ളവരെല്ലാം മരിച്ചിട്ട് അവൻ മാത്രം ഇങ്ങനെ സർവൈവായി ഒരുപാട് കാലം ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥം? കുറേ കാലം കഴിയുമ്പോൾ അവൻ ഒരുപാട് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ലേ എന്നൊക്കെ സഹതാപത്തോടെ പറയുന്നുണ്ട്. ഡീമൻസിന് അവനോട് പ്രത്യേകിച്ച് പ്രതികാരമൊന്നുമില്ല. അതുകൊണ്ട് ഡീമൻസ് ആ മിസ്റ്റി ഫോറസ്റ്റിലേക്ക് കയറി മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കില്ല. മനുഷ്യനെ രക്ഷപ്പെടുത്തണമെങ്കിൽ മനുഷ്യർ തന്നെ പോയി രക്ഷപ്പെടുത്താനും ഷാമു അർത്ഥം കുറിച്ച് പറയുന്നുണ്ട്. ഷാമു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഷാമുയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നു. അവനെ ഉപദ്രവിച്ചത് മുൻ തലമുറയിലെ ആൾക്കാരാണ്. അതിന് ഇന്നത്തെ തലമുറയിലെ ആൾക്കാർ എന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്? ആ പാവം പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തു? എന്നെ സഹായിക്കുന്നതിന് ആരും വന്നില്ലെങ്കിലും ഞാൻ തനിച്ചാണെങ്കിലും പോയി അവളെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ അവൾ ദേഷ്യപ്പെട്ട് അവിടെ വന്ന് പോകുന്നുണ്ട്. ഹോങ്ങെ ഇതിനിടയിൽ ഷാമുവിനെ വഴക്ക് പറഞ്ഞിരുന്നു. എന്നിട്ടും ഷാമു അവിടെ നിൽക്കാതെ പിണങ്ങി പോകുന്നുണ്ട്. ഹോങ്ങയും അവൾക്ക് പിന്നാലെ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും പോകരുതെന്ന് പറഞ്ഞ് ഷാമു അവളെ തടയുന്നു. ഈ ഷാമു എപ്പോഴും അവളുടെ അടുത്ത് നിന്ന് അവനെ അകറ്റാനാണ് നോക്കുന്നത്. ഷാമയും തിരിച്ച് അവരെ തമ്മിൽ അടുപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. എന്തായാലും ഹോങ്ങെ അവൻ പറഞ്ഞൊന്നും കേൾക്കാതെ ഷാവോയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവൾ അപ്പോഴും പിണങ്ങി തനിച്ച് പോയിക്കോളാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. അവസാനം അവളുടെ പ്ലാൻ അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. ഇത്തവണ ഷാവു എതിർക്കുന്നില്ല. അവൾ അവൻ്റെ കയ്യിൽ പിടിപിടിച്ച് മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിലും അവൻ കൂടെ വരാൻ സമ്മതിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി കുറേ കയറൊക്കെ സംഘടിപ്പിച്ച് ആ മിസ്റ്റി ഫോറസ്റ്റിൻ്റെ എൻട്രൻസിലെത്തുന്നു. ആ കയറിൻ്റെ ഒരറ്റം തൻ്റെ ശരീരത്തിൽ കെട്ടിയിട്ട് അതുമായിട്ട് അകത്തേക്ക് പോകാനാണ് ഷാവു ഉദ്ദേശിക്കുന്നത്. മറ്റേ അറ്റത്ത് അവനോട് പിടിക്കാനും പറയുന്നു. എന്തെങ്കിലും അപകടം അകത്ത് വെച്ച് സംഭവിക്കുകയാണെങ്കിൽ ആ കയർ അവൾ ശക്തമായി കുലുക്കും. അന്നേരം അവൻ അവളുടെ സഹായത്തിന് ചെല്ലണം. ആപത്തൊന്നും സംഭവിച്ചില്ലെങ്കിൽ അവൾ അതയച്ചിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അവൻ പേടിക്കേണ്ട കാര്യമില്ല എന്ന് അവൾ പറയുന്നു. അവളിങ്ങനെ അകത്തേക്ക് പോകാതെ താൻ പോകുന്നതിനെക്കുറിച്ച് ഹോങ്ങയെ പറയുന്നുണ്ടെങ്കിലും അവളത് സമ്മതിക്കുന്നില്ല. ആ പൂച്ചയെ അട്രാക്ട് ചെയ്ത് കണ്ടുപിടിക്കാനാണല്ലോ എളുപ്പം. അതിനു വേണ്ടിയിട്ട് അവൾ ഉണക്കമീൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ആയിട്ട് ഷാവോ അതിനുള്ളിലേക്ക് കയറുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഹോങ്ങയുടെ കയ്യിലുണ്ടായിരുന്ന കയറ് തീരുന്നു. മറു സൈഡിൽ നിന്ന് ആർക്കൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അവൾ അവിടെ ഇല്ല എന്ന് സംശയം തോന്നി അവൻ അത് പുറകിലേക്ക് വലിക്കുന്നുണ്ട്. അത് സുഖമായിട്ട് ഇനി പുറകിലേക്ക് പോരുന്നു. അതോടെ അതിൻ്റെ അറ്റത്ത് അവളില്ല എന്ന് അവന് മനസ്സിലാവുന്നു. അങ്ങനെ അത് ചുറ്റി അവൻ ആ കയറിൻ്റെ മറ്റേ അറ്റത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അവിടെയെങ്കിലും ഷാവോയെ കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ അവൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഷാവോ യുന്നിക്കൊപ്പം അങ്ങോട്ടേക്ക് വരുന്നു. ആ പൂച്ചയും യുന്നിയുടെ കയ്യിലുണ്ട്. ഷാവോ അതിനോടൊക്കെ മീൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഹോങ്ങയെ ഷാവു കാണുന്നുണ്ടെങ്കിലും വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അവസാനം അവൻ അങ്ങോട്ട് അവളെ വിളിച്ച് സംസാരിക്കേണ്ടി വരുന്നു. അവൻ്റെ സംസാരം കേട്ടപ്പോൾ യുനി അതാരാണ് എന്ന് അന്വേഷിക്കുന്നുണ്ട്. അവർ ഒരു കപ്പിളാണ് എന്ന് യുനി വിചാരിക്കുന്നു. രണ്ടുപേരും തിരുത്താനും പോകുന്നില്ല. അന്വേഷിച്ച് വന്നയാളെ കണ്ടെത്തിയ സ്ഥിതിക്ക് തിരികെ പോകാമെന്ന് ഹോങ്ങെ അവരോട് പറയുന്നുണ്ട്. പക്ഷേ യുനി അവർക്കൊപ്പം ചെല്ലാൻ തയ്യാറായിരുന്നില്ല. എന്നെ ആരും നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതല്ല. ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ്. ആലിക്ക് എൻ്റെ കണ്ണുകൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. എനിക്ക് കാഴ്ച തിരികെ നൽകാൻ പറ്റും. അതിനെക്കുറിച്ച് സമയം കൂടി ആവശ്യമാണ്. അത് ശരിയാവുന്നത് വരെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേരൻസിനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സേഫായിട്ടാണ് ഇവിടെ കഴിയുന്നതെന്ന് പറഞ്ഞാൽ മതി എന്ന് യുനിയെ പറയുന്നു. താനി പറയുന്നവർക്ക് വിശ്വാസമില്ലെങ്കിൽ നേരിട്ട് ബോധ്യപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ആലിയുടെ താമസ സ്ഥലത്തേക്ക് പോകാൻ അവൾ അവരെ ക്ഷണിക്കുന്നുണ്ട്. ഹോങ്ങയ്ക്ക് അതിന് താല്പര്യമില്ലായിരുന്നെങ്കിലും ഷാവോ അതിന് തയ്യാറായി മുന്നോട്ട് നടക്കുന്നു. അവനെ മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് യുനിയെ കൂട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഹോങ്ങയ്ക്കും അവർക്ക് പിന്നാലെ പോകേണ്ടി വരുന്നു.
അവർ ചെല്ലുമ്പോൾ ആലി പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ചു മുമ്പ് അവനിവിടെ ഉണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് എങ്ങോട്ട് പോയെന്ന് യുൻയി പറയുന്നുണ്ട്. അവിടെ ഭിത്തിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഷാവോയും ഹോങ്ങിയും ഒക്കെ അതിൽ തൊടാൻ തുടങ്ങുന്നുണ്ട്. അതിൽ തൊട്ട് പോരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ആലി അങ്ങോട്ടേക്ക് എത്തുന്നു. അവൻ ഒരു മാസ്ക് അപ്പോഴും ധരിച്ചിട്ടുണ്ടായിരുന്നു. നീ ഇതെവിടെയായിരുന്നോ? ഇത് എൻ്റെ അച്ഛനമ്മമാർ പറഞ്ഞയച്ചിട്ട് വന്നതാണ്. അവർ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുൻയി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് അവൻ്റെ മുഖത്ത് മാസ്ക് ഇരിക്കുന്നത് കണ്ടത്. നീ എന്തിനാണ് പിന്നെയും മാസ്ക് ധരിച്ചത്? ഇനി മാസ്ക് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞവൾ അത് അഴിച്ച് മാറ്റാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് അവൾ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടതെന്ന് കാണിക്കുന്നത്. ആദ്യം പൂച്ചയെ തപ്പിയവൾ ആ സ്ട്രീറ്റിലൂടെ നടക്കുന്ന അവൾ കണ്ടാണല്ലോ. അന്ന് അങ്ങനെ തപ്പിത്തടഞ്ഞ് ചെന്നപ്പോഴാണ് ആലി അവൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് പൂച്ചയെ അവൾ വാങ്ങുകയും ചെയ്യുന്നു. പൂച്ചയെ രക്ഷിച്ചതുകൊണ്ട് തന്നെ അവൾ അവനോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അവളിങ്ങനെ തന്നെ കണ്ടിട്ടും പേടിയൊന്നുമില്ലാതെ സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് അവൾക്ക് കാഴ്ചയില്ല എന്ന് അവൻ മനസ്സിലാവുന്നത്. എന്നിട്ടും വിശ്വാസം വരാതെ അവൻ തൻ്റെ കൈ കൊണ്ട് അവളുടെ കണ്ണിലേക്ക് കുത്താൻ എന്നോട് അടുപ്പിക്കുന്നു. എന്നിട്ട് കാഴ്ചയില്ല എന്ന് ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനും സമാധാനത്തോടെ അവളോട് സംസാരിക്കുന്നു. അവൾക്ക് കാഴ്ചയില്ലാത്തതുപോലെ തനിക്കൊരു കൈയില്ല എന്നുള്ള കാര്യവും ആലി പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ യുൻയി അവൻ്റെ കയ്യിലൊക്കെ തപ്പി നോക്കുന്നു. അവൾക്ക് അവനോട് സഹതാപവും തോന്നുന്നുണ്ട്. അവൻ്റെ പേരും അവൻ പറയുന്നുണ്ട്. പൂച്ചയെ രക്ഷിച്ച ആളുടെ രൂപം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി യുൻയി അവൻ്റെ അനുവാദത്തോടെ അവൻ്റെ മുഖത്തൊക്കെ തപ്പി നോക്കുന്നു. അങ്ങനെയാണ് അവൻ മാസ്ക് ധരിച്ചിരിക്കുന്ന ആൾ അറിയുന്നത്. മാസ്കിനെ പറ്റി ചോദിച്ചപ്പോൾ എൻ്റെ മുഖം വളരെ വൃത്തികെട്ടാണ്, അതുകൊണ്ടാണ് ധരിച്ചിരിക്കുന്നതെന്ന് അവൻ പറയുന്നു. എന്തായാലും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ മാത്രമുള്ളപ്പോൾ ഈ മാസ്കിൻ്റെ ആവശ്യമില്ല എന്ന് യുൻയി പറയുന്നു. അങ്ങനെയാണ് അന്ന് അവനത് അഴിച്ചു മാറ്റിയത്. എന്തായാലും ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ അവൻ നല്ലവനാണ് എന്ന് തോന്നിയതിനാൽ തന്നെ ഒന്ന് പുറത്തേക്ക് എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോകുമോ? എൻ്റെ അച്ഛനും അമ്മയും എന്നെ പുറത്തേക്കൊന്നും വിടാറില്ല, അതുകൊണ്ട് അവർ ഉണരുന്നതിന് മുമ്പ് ഒന്ന് കളിക്കാൻ കൊണ്ടുപോകുമോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. അങ്ങനെയാണ് അവൻ അവളെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. കാട് അവൾക്ക് ശരിക്കും ഇഷ്ടമാവുന്നു. ഇത്രയ്ക്ക് സ്വാതന്ത്ര്യം അവൾ ഇതിന് മുമ്പ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓടി നടന്ന് അവിടെയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ ശരിക്കും ഹാപ്പിയായി നിൽക്കുന്നു. ആ സമയത്താണ് അവളുടെ കണ്ണുകൾക്ക് കാഴ്ച തിരിച്ചു കിട്ടാനൊരു വഴിയുണ്ട്. ഒരു 15 ദിവസം അവിടെ സ്റ്റേ ചെയ്ത് ദിവസം രാവിലെയുള്ള ആദ്യത്തെ മഞ്ഞുതുള്ളി അവളുടെ കണ്ണിൽ ഒഴിക്കുകയാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ അവൾക്ക് കാഴ്ച തിരികെ കിട്ടും എന്ന് അവൻ പറയുന്നത്. അത് കേട്ടപ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമാവുന്നു. അത്രയും ദിവസം അവിടെ സ്റ്റേ ചെയ്യാമെന്ന് അവൾ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ വീട്ടിൽ അവളെ അന്വേഷിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നല്ല തിരക്കുള്ള കൂട്ടത്തിലാണ്, ഞാൻ എവിടെയാണ് എന്നൊന്നും നോക്കാനൊന്നും അവർക്ക് സമയം കിട്ടാറില്ല. എൻ്റെ കാഴ്ച തിരികെ കിട്ടുകയാണെങ്കിൽ അവർക്കും ശരിക്കും സന്തോഷമാവും, അതുകൊണ്ട് ഞാനിവിടെ തന്നെ നിന്നോളാമെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവനും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവൾ അവിടെ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ യുൻയി അവരുടെ മുന്നിൽ വെച്ച് അവൻ്റെ ആ മാസ്ക് അഴിച്ച് മാറ്റുന്നു. അവൻ്റെ കണ്ണിന് വെട്ടുകൊണ്ട് ഒരു പാടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവനിങ്ങനെ മാസ്ക് ധരിച്ച് നടക്കുന്നത്. അവൻ്റെ മുഖം നല്ല സുന്ദരമായിരിക്കുമെന്നാണ് യുൻയിയുടെ പ്രതീക്ഷ. അതുകൊണ്ട് അവൻ്റെ മുഖം എങ്ങനെയുണ്ട് എന്ന് അവൾ ഷാവോയോട് ചോദിക്കുന്നു. കാണാൻ നല്ലതാണ് എന്നാണ് ഷാവോ മറുപടി നൽകിയത്. അത് കഴിഞ്ഞപ്പോൾ യുൻയിയോട് പുറത്ത് പോയി കുറച്ച് വെയിൽ കൊള്ളാൻ ആലി നിർദ്ദേശിക്കുന്നുണ്ട്. അവൾ അതനുസരിച്ച് പുറത്തേക്ക് പോകുന്നു. ഷാവോയും കൂടി കൂട്ടത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം അവൻ ഹോങ്ങിയുമായി സംസാരിക്കുന്നുണ്ട്. ഹോങ്ങിയെ ഡീമൻ കിങ് ആണ് എന്നൊക്കെ ആലിക്ക് അറിയാം. അവൻ ആ പെൺകുട്ടികളെയൊക്കെ കൊന്നതെന്ന് ഹോങ്ങിയെ ആലിയോട് ചോദിക്കുന്നു. ഞാനല്ല, പക്ഷെ ആരാണെന്ന് പറയില്ല, അത് നീ തന്നെ കണ്ടുപിടിക്കണമെന്ന് ആലി പറയുന്നുണ്ട്. പിന്നെ യുൻയിയെ പറ്റി ഹോങ്ങിയെ ചോദിക്കുന്നു. ശരിക്കും അവളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണോ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? നിനക്ക് മനുഷ്യരോട് പ്രതികാരം ചെയ്യാനല്ലേ നീ ആഗ്രഹിക്കുന്നത്? എന്നിട്ട് ശരിക്കും ഒരു മനുഷ്യനെ സഹായിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ഹോങ്ങിയെ ചോദിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തെറ്റുകൾ ചെയ്തു. ആ പാപമൊക്കെ കഴുകി കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇമ്മോർട്ടാലിറ്റി എന്നതുകൊണ്ട് അവസാനമില്ലാത്ത കഷ്ടപ്പാടുകളാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതെന്ന് ഒരിക്കലും എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല, പക്ഷേ ഇപ്പോൾ ഞാനത് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ തൻ്റെ കഥ അവനോട് പറയാൻ തുടങ്ങുന്നുണ്ട്. ഒരു വേതാളമായി മാറിയതിനു ശേഷം അവന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മനുഷ്യരെയൊക്കെ കൊന്നൊടുക്കി അവൻ ഇങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഒളിച്ച് താമസിക്കുകയാണ്. കുറേ വർഷങ്ങളായിട്ട് മനുഷ്യരാരും വരാത്ത ഒരു പഴയ ക്ഷേത്രത്തിലാണ് അവനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം പുറത്തു പോയി ഇതുപോലെ കുറേ ആരെയൊക്കെയോ കൊന്നിട്ട് തിരികെ വന്നു കഴിഞ്ഞപ്പോഴാണ് മുഖം മറച്ച ഒരു സ്ത്രീയും അവളുടെ ജോലിക്കാരിയും കൂടി അവിടേക്ക് വന്നത്. അവിടെ മനുഷ്യരാരും വരാത്തതുകൊണ്ട് തന്നെ ഇവൻ മറിഞ്ഞെന്ന് അവരെ വാച്ച് ചെയ്യുന്നു. ആ സ്ത്രീ മുന്നിൽ കാണുന്ന എല്ലാ ക്ഷേത്രത്തിലും ആരാധന നടത്താമെന്ന് ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞ അമ്പലമായിട്ട് പോലും അവർ അവിടെ പ്രാർത്ഥിക്കാനായി ഉദ്ദേശിക്കുന്നത്. അവരുടെ ജോലിക്കാരിയെ കൊണ്ട് അവിടെ കാഴ്ചവെക്കാനായി കുറച്ച് സാധനങ്ങളും അവർ വാങ്ങിപ്പിക്കുന്നു. ജോലിക്കാരി അതൊക്കെയായി വന്നു കഴിഞ്ഞപ്പോൾ അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നു. അവിടെ ഭിത്തിയിൽ ആ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആരോ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി കാണണം. എന്തായാലും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അവർ തിരികെ പോകുന്നു. അങ്ങനെ വെച്ചിട്ട് പോയ സാധനങ്ങളൊക്കെ ആലിയെടുത്ത് കഴിക്കുന്നുണ്ട്. ഈ പതിവ് കുറേ ദിവസം തുടരുന്നു. ആ സ്ത്രീ ഡെയിലി അവിടെ വരും. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ വയ്ക്കും. അവർ പോയി കഴിയുമ്പോൾ അവൻ അതെല്ലാം എടുത്ത് കഴിക്കും. 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് അവർ ഒരു ദിവസം അവിടേക്ക് എത്തിയപ്പോൾ ആ ക്ഷേത്രത്തിനകം മുഴുവൻ വൃത്തിയാക്കിയിരിക്കുന്നത് കാണുന്നു. ആദ്യം വന്ന സമയത്ത് അതാകെ പൊടിപടലങ്ങൾ പിടിച്ചു കിടക്കുകയായിരുന്നു. ഇപ്പോൾ ആരോ വൃത്തിയാക്കിയിരിക്കുന്നു. അന്ന് പലഹാരങ്ങൾ കൂടാതെ ഒരു പൊതിയുമായിട്ടായിരുന്നു അവർ വന്നത്. അതും കൂടി അവിടെ വെച്ചിട്ടാണ് അവർ പോയത്.
അവർ പോയി കഴിഞ്ഞപ്പോൾ അവൻ അതെടുത്ത് നോക്കുന്നു. അതൊരു ജോഡി ഡ്രസ്സായിരുന്നു. അങ്ങനെ അവൻ അതെടുത്ത് ധരിക്കുന്നുണ്ട്. അടുത്ത ദിവസം അവർ വന്നപ്പോൾ താൻ അന്ന് അവിടെ വിട്ട് പോവുകയാണ്, എന്നാലും പ്രാർത്ഥന മുടക്കില്ല എന്നൊക്കെ ദൈവത്തിൻ്റെ മുന്നിലിരുന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് അവർ പോകുന്നതിന് മുമ്പ് ആലി അവർക്ക് മുന്നിലേക്ക് ചെല്ലുന്നു. അവനെ കണ്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ എഴുന്നേറ്റ് അവനുമായിട്ട് സംസാരിക്കുന്നു. എന്തിനാണ് തന്നെ രക്ഷിച്ചതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ടില്ല, ഞാൻ ദൈവത്തിന് നൽകിയ ഓഫറിങ്സ് ആണ് നിങ്ങളെടുത്ത് കഴിച്ചത്, നിങ്ങളുടെ ജീവൻ നിലനിർത്തിയത്. അതിൽ എനിക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല എന്ന് അവർ പറയുന്നു. ഞാൻ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ആർക്കും വേണ്ടാതെ ഇങ്ങനെ ജീവിക്കുകയാണ്. തെരുവ് നായ്ക്കൾ പോലും എന്നെ മൈൻഡ് ചെയ്യാറില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ എന്നോട് ഇച്ചിരി കരുണ കാണിക്കുന്നത്. മരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഞാൻ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത ജീവിക്കുകയാണ്. എത്ര നാൾ ഇങ്ങനെ ജീവിക്കേണ്ടി വരും, എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ അവൻ വിഷമത്തോടെ പറയുന്നു. അവൻ കുറേ പാപങ്ങൾ ചെയ്ത കാര്യവും അവൻ പറയുന്നുണ്ട്. ആ പാപങ്ങളുടെയൊക്കെ പരിഹാരമായിട്ട് ഇനിയുള്ള കാലം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അവനെ ഉപദേശിച്ചിട്ട് അവർ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. അവരുടെ മുഖം ഒന്ന് കാണിക്കുമോ എന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ തൻ്റെ ആ മാസ്ക് അഴിച്ചു മാറ്റിയിട്ട് അവനെ തൻ്റെ മുഖം കാണിക്കുന്നുണ്ട്. അത് ശരിക്കും യുന്നിയുടെ അമ്മയായിരുന്നു. അന്ന് മുതൽ ഞാൻ ആരെയും കൊന്നിട്ടില്ല, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. യുന്നിക്ക് കാഴ്ച തിരികെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ രക്ഷപ്പെടുത്തിയവരുടെ എണ്ണം 1000 തികയും എന്നൊക്കെ ആലി സന്തോഷത്തോടെ ഹോങ്ങിയോട് പറയുന്നുണ്ട്. അവൻ അവിടെ എഴുതി വച്ചിരിക്കുന്ന പേരുകൾ അവൻ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളുകളുടേതാണ്. മുമ്പ് ആ ക്ഷേത്രത്തിൽ എഴുതി വെച്ചിരുന്നത് അവൻ കൊന്നിട്ടുള്ള ആളുകളുടേതുമായിരുന്നു. അവൻ്റെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഹോങ്ങിക്കും അവനോട് ദേഷ്യമൊന്നുമില്ല. നീ അന്ന് 1000 പേരെ കൊന്നു, ഇപ്പോൾ 1000 പേരെ രക്ഷിച്ചു കഴിഞ്ഞു. എന്നിട്ട് നിനക്ക് ഇതുവരെ നിൻ്റെ ആ മനസ്സിലെ പ്രതികാരം വിടാൻ കഴിഞ്ഞുവെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതിനാലും മറുപടിയൊന്നും നൽകുന്നില്ല. ഷാവു ഈ സമയം പുറത്താകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ആലിയും ഹോങ്ങിയും തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുമോ എന്നായിരുന്നു അവളുടെ പേടി. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആലി അങ്ങനെ ആരെയും ഉപദ്രവിക്കില്ല, അവൻ ആരുമായിട്ട് വഴക്കുണ്ടാക്കാറില്ല, അവൻ വളരെ നല്ലവനാണ് എന്നൊക്കെ യുന്നി അവളോട് പറയുന്നു. ഹോങ്ങിയെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഷാവോയും അവനും കൂടി തിരികെ പോകാൻ തുടങ്ങുന്നു. യുന്നി അവർക്കൊപ്പം പോകാൻ തയ്യാറല്ലായിരുന്നു. എന്തായാലും എനിക്ക് കാഴ്ച കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഈ ശ്രമം തുടങ്ങി. ഇനി അത് വിജയിക്കാതെ ഞാൻ തിരികെ വരുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ നെക്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾ എന്നെ കണ്ടുവെന്ന് വിശ്വസിച്ചോളും എന്ന് പറഞ്ഞ അവൾ കഴുത്തിൽ കിടന്നിരുന്ന മാല ഊരി ഷാവോയ്ക്ക് നൽകുന്നുണ്ട്. പക്ഷേ അത് പോരുന്ന രീതിയിലാണ് ഷാവോയും ഹോങ്ങിയും നൽകുന്നത്. എങ്കിൽ പിന്നെ ആ പൂച്ചയെ കൂടെ കൊണ്ടുപോയിക്കോളൂ, അതിനെ കണ്ടു കഴിയുമ്പോൾ എന്തായാലും അവർ വിശ്വസിക്കും എന്ന് പറഞ്ഞ് യുന്നി ആ പൂച്ചയും അവർക്കൊപ്പം കൊടുത്തയക്കുന്നുണ്ട്. അങ്ങനെ ഷാവോയും ഹോങ്ങിയും കൂടി തിരികെ പോകുന്നു. തിരികെ പോകുമ്പോഴും ഷാവോയ്ക്ക് ഹോങ്ങിയായിട്ടുള്ള പിണക്കം തീർന്നിരുന്നില്ല. അവൻ അവളുടെ പിണക്കം മാറ്റാനായി അവളുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. നീയും പ്രിൻസസ് നിങ്ങാനും ഒരാളല്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അന്ന് ആ മിസ്റ്റി ഫോറസ്റ്റിൽ ആദ്യം കയറിയ സമയത്ത് നിങ്ങാൻ എൻ്റെ മുന്നിലേക്ക് വന്നിരുന്നു. അവളുടെ ഇല്യൂഷൻ ഞാൻ തന്നെയാണ് തകർത്ത് കളഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും 2 ആൾക്കാരാണ്. കഴിഞ്ഞതെല്ലാം വെറും ഓർമ്മകൾ മാത്രമാണ്, ഒരിക്കലും അതിലേക്ക് തിരികെ പോകാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് നീയാണ് എന്നൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. നിനക്ക് നിങ്ങൻ്റെ രൂപം ഉള്ളതുകൊണ്ടല്ല ഞാനിപ്പോൾ നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും സഹായിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ ഹോങ്ങി പറയുന്നു. അങ്ങനെ അവൻ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാവോളുടെ പിണക്കം അവസാനിപ്പിക്കുന്നു. ഇനി നീങ്ങിയൻ്റെ കാര്യം എൻ്റെ മുന്നിൽ വെച്ച് പറയരുത് എന്ന് മാത്രം അവൾ പറയുന്നുണ്ട്. ഹോങ്ങി അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ പിണക്കമൊക്കെ മാറ്റി തിരികെ പോകുന്നു. ഷാവോ തനിച്ചാണ് പൂച്ചയും കൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിലേക്ക് ചെന്നത്. ജിൻമൂഷിയും ഭാര്യയും വിളിച്ചു വരുത്തി ആ പൂച്ചയെ അവൾ നൽകുന്നുണ്ട്. യുനിയുടെ അമ്മ അവൾ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിലും ജിൻമൂഷി അവൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. എൻ്റെ മകളുടെ കാഴ്ച ജന്മന നഷ്ടപ്പെട്ടതാണ്. അത് ശരിയാക്കാൻ ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതൊരിക്കലും ഭേദമാക്കാൻ കഴിയില്ല. അവൾക്ക് ഈ ജന്മത്തിൽ കാണാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഇത്ര കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവൾക്ക് കാഴ്ച തിരിച്ചു കിട്ടുക? ഇതൊരിക്കലും സത്യമാവില്ല, നീ കള്ളം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞു ജിൻമൂഷി അപ്പോഴും അവളെ വിശ്വസിക്കാൻ തയ്യാറാവാതെ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഷാവോ മാല എടുത്ത് അവരെ കാണിക്കുന്നത്. അത് കണ്ടതോടെ യുനിയുടെ അമ്മയ്ക്ക് അവൾ പറയുന്നതൊക്കെ വിശ്വാസമാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ജിൻമൂഷി എൻ്റെ മകൾ മരിച്ചോ, എവിടെയാണ് നീ അവളുടെ ഡെഡ് ബോഡി അടക്കം ചെയ്തത്, എന്നിട്ട് ഈ മാല എടുത്തുകൊണ്ട് വന്നതല്ലേ എന്ന് ചോദിച്ച് അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അത്രയായപ്പോഴേക്കും ബിൻഷു ഇടപെടുന്നുണ്ട്. നിങ്ങളിങ്ങനെ എപ്പോഴും നിങ്ങളുടെ മകൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അവൾ മരിക്കാനാണോ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നതെന്ന് അവൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അയാൾ ദേഷ്യപ്പെട്ട് ബിൻഷുവിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അയാളുടെ ഭാര്യ അതിനെ എതിർക്കുന്നു. ശിഷ്യന്മാരോട് പിന്മാറാനും പറയുന്നുണ്ട്. എന്നിട്ട് ഷാവോയുടെ അടുത്ത് എന്നിട്ട് നീ എൻ്റെ മകളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ അനുസരിച്ച് അതെൻ്റെ മകൾ യുനി തന്നെ ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് നീ പറയുന്നത് പോലെ കുറച്ച് ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് നിന്നെ വിശ്വാസമാണ് എന്നൊക്കെ ഷാവോയോട് പറയുന്നു. എന്നിട്ട് ഭർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് അയാളെ സമാധാനിപ്പിച്ച് തിരികെ കൊണ്ടുവന്ന് തുടങ്ങുന്നു. ഈ സമയത്ത് അവരുടെ കയ്യിലിരിപ്പുണ്ടായിരുന്ന ആ പൂച്ച അയാളെ മാന്തുന്നുണ്ട്. അയാളുടെ കയ്യിൽ മുറിവേൽക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് അയാളുടെ മുഖഭാവം ശരിക്കും മാറുന്നുണ്ടെങ്കിലും അയാൾ പെട്ടെന്ന് കൺട്രോൾ ചെയ്യുന്നു. ഇങ്ങനെ ആ പൂച്ച അയാളെ മാന്തിയത് ബിൻഷുവിനെയും ഷാവോയെയും കുറിച്ച് അമ്പരപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർ അതിനെപ്പറ്റി പരസ്പരം ഒന്നും പറയുന്നില്ല. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഷാവോ തിരികെ പോകുന്നു. ബിൻഷു അവളെ കൊണ്ടാക്കാനായി കുറച്ച് ദൂരം പോകുന്നുണ്ട്. ആ സമയത്ത് ഹോങ്ങി അല്ല ആ പെൺകുട്ടികളെയൊക്കെ കൊന്നതെന്ന് ഇപ്പോഴെങ്കിലും നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഷാവോ ചോദിക്കുന്നു. അവനതിന് മറുപടി ഒന്നും പറയുന്നില്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല.
ശരിക്കുള്ള ക്രിമിനലിനെ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വെറുതെ നിരപരാധികളെ ഇതിലേക്ക് വലിച്ചു വയ്ക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് ഷാവു പറയുന്നു. എന്തായാലും അയാൾ വീണ്ടും പുറത്തു വരാനാണ് സാധ്യത. അതുവരെ വെയിറ്റ് ചെയ്യാൻ തന്നെ അവർ രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നുണ്ട്. ഈ സമയത്ത് ജിൻമൂഷിയും വൈഫും കൂടി അവരുടെ താമസ സ്ഥലത്തെത്തിയിരുന്നു. നേരത്തെ കയ്യിലൊരു മുറിവുണ്ടായതുകൊണ്ട് തന്നെ അയാളുടെ ഭാവം ആകെ മാറാൻ തുടങ്ങിയിരുന്നു. അയാൾ എന്തോ ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വെറുതെ ശബ്ദം ഉണ്ടാക്കി നിങ്ങളാണ് ആ പെൺകുട്ടികളെയൊക്കെ കൊന്നതെന്ന് മറ്റുള്ളവരെ കൂടി അറിയിക്കേണ്ട എന്ന് ഭാര്യ അയാളോട് പറയുന്നുണ്ട്. പക്ഷെ അയാൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ ആ പൂച്ചയെ കൊണ്ടുപോയി ബെഡിലിരുത്തിയിട്ട് അയാളുടെ അടുത്തേക്ക് വന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്ന കുറച്ച് വെള്ളം കോരി അയാളുടെ മുഖത്തേക്ക് ഒഴിക്കുന്നു. ഈ സമയത്ത് അയാളുടെ മുഖഭാവം ആകെ മാറുന്നുണ്ട്. അയാൾ ശരിക്കും ഒരു ഡീമനെ പോലെ ആയി മാറുന്നു.